അസറുദ്ദീനെ, നീ ടെൻഷനാവണ്ട. നിനക്ക് ഫാമിലി പ്രശ്നം, എനിക്ക് വേറെ പ്രശ്നങ്ങൾ. അങ്ങനെ എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ടാവും. അത് പല രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ശരിയാവും. നീ ഇവിടെ ഇരിക്കുക. നീ എൻ്റെ കാര്യമൊന്ന് നോക്കാം. 4.5 കൊല്ലമായി ഞാൻ വന്നിട്ട്. വീട് വെക്കാൻ 10 ലക്ഷം ലോൺ എടുത്ത് വന്ന ഇതുവരെ ₹1 മുതലേക്ക് പോയിട്ടില്ല. എല്ലാം പലിശയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഉള്ള സ്ഥലത്ത് ഒരു വീടുണ്ടാക്കി. റോഡ് സൈഡൊന്നല്ല, മഴ പെയ്ത് വരിയൊക്കെ ഒലിച്ച് പോകുന്ന ഒരു ഇടായും കൊണ്ട് തൂർത്തിട്ട് വീട് വെച്ചതാ. ചെറിയൊരു വീടാ. വീടിൻ്റെ ഉമ്മറത്തൊരു കാർ പോർച്ചും ഉണ്ടാക്കി. അന്നേ എല്ലാവരും പറഞ്ഞ് കളിയാക്കി, എൻ്റെ റഷീദേ, ഒരു ഓട്ടോറിക്ഷ പോലും ഇറങ്ങാത്ത സ്ഥലത്തേക്ക് നീ എന്തിനാണ് ഒരു കാർ പോർച്ച് ഉണ്ടാക്കിക്കണ് എന്ന് ചോദിച്ചു. എന്തായാലും വീടുണ്ടാക്കല്ലേ, പിന്നെ ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഉണ്ടാക്കിയിട്ട് വീട് താമസമൊക്കെ ആക്കി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉമ്മാക്ക് വയ്യാതായി. ഓട്ടോറിക്ഷ വീട്ടിലേക്ക് ഇറങ്ങില്ല. മേലെ വരെ എൻ്റെ ഉമ്മാനെടുത്ത് ഞാൻ കയറി. എൻ്റെ ഊരൻ്റെ ഡിസ്ക് തെറ്റി. ഞാനും എൻ്റെ ഉമ്മയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അന്ന് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. ഇന്നും സങ്കടം മാറിയിട്ടില്ല. അനക്കുന്ന് ലീവല്ലേ, ഞാനൊരു അരമണിക്കൂർ കിടക്കട്ടെ, വല്ലാത്ത തലവേദന. പടച്ചവനെ, എൻ്റെ വീട്ടിലേക്കുള്ള വഴി ശരിയാക്കിയിട്ട് എൻ്റെ മുറ്റത്തേക്കൊരു വണ്ടി ഇറക്കാനുള്ള മാർഗം കാണിച്ചു കൊണ്ട എൻ്റെ പടച്ചവനെ. رشيد رشيد، نوم، ما في شغل، يلا قوم. എൻ്റെ റബ്ബേ, എന്താണ് ഞാനീ കണ്ടത്? വലിയൊരു സ്വപ്നമാണല്ലോ പടച്ചോനെ എനിക്ക് കാണിച്ചു തന്നത്. ഇത്തരമൊന്നും ആഗ്രഹമില്ല. എനിക്കൊരു ഓട്ടോറിക്ഷ ഇറങ്ങിയാൽ മതി എൻ്റെ മുറ്റത്തേക്ക്. എൻ്റെ ഉമ്മാക്കും എൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും വന്നു പോയാൽ കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യം മതി. അത് മാത്രമേ ആഗ്രഹിക്കണുള്ളൂ. അത് മാത്രം സാധിപ്പിച്ചു തന്നാൽ മതി. ശരിയാവും, എല്ലാം ശരിയാവും.
ഇതൊക്കെ ഓർത്തിട്ടാണ് എന്നെപ്പോലുള്ള ഒരുപാട് പ്രവാസികൾ ജീവിക്കുന്നത്. ശരിയായിക്കോളും ഇൻഷാ അല്ലാ. എൻ്റെ മനസ്സ് പറയുന്നുണ്ട് എല്ലാം ശരിയാവും. പണിക്ക് പോവാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. എല്ലാവർക്കും ഗുഡ് ബൈ.